നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന എംപിമാരായ കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. മത്സരിക്കാൻ ഇരുവർക്കും ദേശീയ നേതൃത്വം ഇളവനുവദിച്ചേക്കും. വാർത്താ സമ്മേളനം നടത്തരുത് എന്ന ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന കെ സുധാകരൻ അംഗീകരിച്ചു. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ യോഗം പുരോഗമിക്കുകയാണല്ലോ. ഡൽഹി AICC ആസ്ഥാനത്ത് അന്തിമ തീരുമാനമായോ? എപ്പോൾ പ്രഖ്യാപനം? ഉന്മേഷ്, ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കമ്മിറ്റിയുടെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ ഏറ്റവും നിർണായകമാകുന്നത് രണ്ട് മുതിർന്ന നേതാക്കൾ MP-മാർ കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇരുവരുടെയും മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷയം എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരു നേതാക്കൾക്കും MP-മാർ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അത് പലതവണ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അത് അറിയിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി KPCC അധ്യക്ഷൻ തന്നെ MP-മാരെ ഇത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ച് അറിയിച്ചിരുന്നു. എന്നാൽ അപ്പോഴും തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാനില്ല എന്ന് മാത്രമല്ല, മറിച്ച് കടുത്ത നീക്കത്തിലേക്ക് പോയേക്കുമെന്ന സൂചനകൾ ഇരു നേതാക്കളും നൽകിയിരുന്നു. അതിനുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നു. മത്സരിക്കാൻ പ്രാഥമികമായി ആവശ്യമുള്ള നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ അത് കേരള ഹൗസിൽ നിന്നും പാർലമെന്റിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നും ഇരുവരും ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. അത് പാർട്ടിയുടെ അനുമതിയോടെയോ അല്ലാതെയോ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി തന്നെയാണ് വിലയിരുത്തുന്നത്. കൂടാതെ ഇന്നലെ രാത്രിയോടെയാണ് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചതും. ആ ഒരു മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നും നേതാക്കളെ വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു. തുടർന്നാണ് കെ സുധാകരനുമായി ആശയവിനിമയം നടത്തിയത്. പല ഘട്ടത്തിൽ നേതാക്കൾ MK രാഘവൻ MP അടക്കമുള്ളവർ കെ സുധാകരനെ ഇന്ന് രാവിലെ കണ്ടിരുന്നു. അതേസമയം കെ സുധാകരനാകട്ടെ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നലെ രാവിലെ മുതൽ തുടരുകയാണ്. അദ്ദേഹം പുറത്ത് മറ്റ് നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടില്ല. തൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു. അതിൽ എന്താണ് ഹൈക്കമാൻഡിന്റെ നിലപാട് അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് എന്നറിയുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ച ഒരു മട്ടിൽ തന്നെയാണ്. ഹൈക്കമാൻഡ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുമ്പോൾ അത് പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്യും പല തരത്തിൽ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആവശ്യം അംഗീകരിച്ച് സമവായത്തിലേക്കുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും വാർത്താ സമ്മേളനം മാറ്റിവെക്കണം എന്ന ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന അത് സുധാകരൻ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരുമാനത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകം. ശരി, വിനീത ബീജ് കൂടി ചേരുന്നുണ്ട്. വിനീത, ഈ ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളിലേക്കും ഒരു പ്രഖ്യാപനമാണോ പ്രതീക്ഷിക്കേണ്ടതോ ഒഴിച്ചിടുമോ ഈ കണ്ണൂരും ഒപ്പം അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുമൊക്കെ? വിനീത, ഉന്മേഷ്, ഉറപ്പായും കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ട് തന്നെയായിരിക്കും രണ്ടാം ഘട്ട പട്ടിക ഉണ്ടാകുക എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പെരുമ്പാവൂരിലടക്കം അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മേഖലകളിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് തന്നെയാണ് നിർണായകമാവുക. കണ്ണൂരും കോന്നിക്കും പുറമെ മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി ഒഴിച്ചിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്തിമഘട്ട ചർച്ചകളിലേക്ക് എത്തി നിൽക്കുന്നതും ഒപ്പം തന്നെ നിലവിലും തർക്കങ്ങളൊക്കെ നിൽക്കുന്ന ആ മേഖലകൾ, ആ മണ്ഡലങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും രണ്ടാം ഘട്ടത്തിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരും കോന്നിയും തന്നെയാണ്. കണ്ണൂരിലേക്ക് വരുമ്പോൾ കെ സുധാകരൻ കടുത്ത നിലപാടുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ നേതൃത്വം അദ്ദേഹത്തിന് വഴങ്ങുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ തന്നെയാണ് ആദ്യഘട്ടം മുതൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. KC വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഏറെക്കുറെ അദ്ദേഹത്തിന് നേതൃത്വം വഴങ്ങുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. സുധാകരനുമായി ഒരു സമവാക്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ നേതൃത്വം ആലോചിക്കുന്നത്. ഒപ്പം തന്നെ മറുവശത്തേക്ക് വരുമ്പോൾ അടൂർ പ്രകാശ്, നേരത്തെ തന്നെ അദ്ദേഹം കോന്നിയിൽ സ്ഥാനാർത്ഥിത്വം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സുധാകരന് പുറമെ അടൂർ പ്രകാശിനും ആ ഒരു ഇളവുണ്ടാകുമോ എന്നത് കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ നേതൃത്വം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇന്ദിരാഭവനിൽ ഇപ്പോൾ അല്പസമയത്തിനകം ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇവിടെ ഇപ്പോൾ നിലവിൽ അസം, പോണ്ടിച്ചേരി എന്നിവിടെ
എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങൾ കൂടിയാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അസമിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഒരല്പം കൂടി വൈകി പട്ടിക പ്രഖ്യാപനത്തിലേക്കടക്കം കടന്നേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിന് ഏറെക്കുറെ സീറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന വിവരം തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. അവിടെ ഉല്ലാസ് തോമസിന്റെ പേരും തന്നെയാണ് മുൻതൂക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ചില ആശങ്കകൾ ഒപ്പം തന്നെ ചില തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയിലേക്ക് കടന്നേക്കും. അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വിനീത വിജിയാണ് ഡൽഹി AICC ആസ്ഥാനത്തിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണികളിലും പാർട്ടികളിലും പലയിടത്തും കലഹം. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ പരിഗണിക്കാനുള്ള നീക്കത്തിനെതിരെ DCC നേതൃത്വം പരസ്യമായി രംഗത്തെത്തി. കൊച്ചി മണ്ഡലത്തിൽ പ്രഖ്യാപനത്തിന് മുൻപേ ദീപ്തി മേരി വർഗീസിന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും പേരിൽ പ്രവർത്തകർ പോസ്റ്ററുകൾ ഒട്ടിച്ചു. കൊച്ചി മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനായി ഒരു വിഭാഗവും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനായി മറുവിഭാഗവും പോസ്റ്ററുകളുമായി രംഗത്തെത്തി. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ പരിഗണിക്കുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ എതിർപ്പുമായി DCC അധ്യക്ഷൻ തന്നെ രംഗത്തെത്തി. ഈ ജില്ലയിൽ നിന്നുള്ള ആളുകളെ പരിഗണിക്കണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. കണ്ണൂർ തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPIM വിട്ടവരെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം കടുത്ത എതിർപ്പുയർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ദളിത് കോൺഗ്രസും നിരാശ പരസ്യമാക്കി. ഇതിനിടെ കുട്ടനാട് സീറ്റ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച വിമതനായി മത്സരിക്കുമെന്ന DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫിന്റെ വൈകാരിക പ്രതികരണം. ജനിച്ച നാളു മുതൽ കണ്ട ഒരു പ്രസ്ഥാനമാണ്. അവിടെ നിന്ന് മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന നിങ്ങളത് മനസ്സിലാക്കണം. കാരണം അത്രയധികം ത്യാഗം സഹിച്ച ഈ പ്രസ്ഥാനത്ത് നിന്നിട്ടുള്ളത്. ചങ്ങനാശ്ശേരി സീറ്റ് വിനു ജോബിന് നൽകിയതിൽ അതൃപ്തിയുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് VJ ലാലി. അതെനിക്ക് കടുത്ത അതൃപ്തിയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെയും ഇച്ഛയ്ക്ക് അനുസരിച്ചുള്ളതല്ല. VJ ലാലിക്കും ജോസഫും പുതുച്ചേരിക്കും സീറ്റ് നിഷേധിച്ചതിൽ കേരളയിൽ സമരസമിതിക്കും എതിർപ്പുണ്ട്. പെയ്ഡ് സീറ്റെന്ന ആരോപണം സ്ഥാനാർത്ഥി വിനു ജോബ് തള്ളി. ഇതിനിടെ വൈപ്പിനിൽ 12 BJP പ്രവർത്തകർ CPIM-ൽ ചേർന്നു. ഇലക്ഷൻ ഡെസ്ക് 24. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പരസ്യമാക്കിയ മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ LDF സ്വതന്ത്രനായി മത്സരിച്ചേക്കും. ഇടത് നേതാക്കൾ രണ്ടത്താണിയുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹരായവരെ തടഞ്ഞെന്നാരോപിച്ചാണ് രണ്ടത്താണി മുസ്ലിം ലീഗുമായി ഇടഞ്ഞത്. അതേസമയം താനൂർ മണ്ഡലം മാറ്റി നൽകാതെ മത്സരത്തിനില്ലെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ CPIM നേതൃത്വത്തെ അറിയിച്ചു. വിവരങ്ങളുമായി ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, ഉറപ്പിക്കാമോ രണ്ടത്താണി ഇടത് ക്യാമ്പിലേക്കെന്ന്? രണ്ടത്താണി ഇടത് ക്യാമ്പിലേക്ക് എത്തുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രണ്ടത്താണി ലീഗിനൊരു വെല്ലുവിളി ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. തിരൂരങ്ങാടിയിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇടതു മുന്നണി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ഇങ്ങനെ ഒരു നറേഷനിലേക്കായിരിക്കും ഇത് എത്താൻ പോകുന്നത്. അതിന്റെ അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് വിവരം. ഒന്ന്, രണ്ടത്താണി മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം CPIM നേതാക്കളുമായി സംസാരിക്കുന്നത്. CPIM നേതാക്കൾ ഇന്ന് വൈകുന്നേരം ഇഫ്താർ വിരുന്നിന് കണക്കായി രണ്ടത്താണിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ തന്നെ നേരിട്ടാണ് ചർച്ചകളുടെയും കരുനീക്കങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്നത്. മറ്റൊന്ന്, അവിടുത്തെ ജില്ലാ സെക്രട്ടറി അനിൽ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയൻ, ഇവരൊക്കെ തന്നെ രണ്ടത്താണിയെ ഇടത് ക്യാമ്പിലേക്ക് എത്തിക്കുക. കാരണം വിസ്മയങ്ങൾ പലതുണ്ടാക്കി കൊണ്ട് UDF പല പ്രതിരോധങ്ങളും പല ആക്രമണങ്ങളും തീർത്തപ്പോൾ ഈ ഒരൊറ്റ വിസ്മയത്തിലൂടെ ഇതിനെല്ലാം മറുപടി നൽകുക. പ്രത്യേകിച്ചും അത് മലപ്പുറത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ട്രബിൾ ഷൂട്ടേഴ്സിൽ ഒരാളായിരുന്നു രണ്ടത്താണി. ആ രണ്ടത്താണിക്കുണ്ടായ ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി കൃത്യമായി എൻകാഷ് ചെയ്യുക എന്നതാണ് CPM-ന്റെ ലക്ഷ്യം. മറ്റൊന്ന്, ഉന്മേഷ് പറഞ്ഞതുപോലെ താനൂരിൽ നിന്നും തിരൂരിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി മന്ത്രി അബ്ദുറഹ്മാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങാതെ നിൽക്കുകയാണ്. ആ കാര്യത്തിൽ CPIM ഒരു നിലപാട് ഇപ്പോൾ എടുത്തില്ല. രണ്ടത്താണിയുടെ കാര്യത്തിലെ തീരുമാനത്തിന് ശേഷമായിരിക്കും മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന്, താനൂര്, തിരൂരങ്ങാടി, തിരൂർ സീറ്റുകളിൽ CPIM ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. പെരുമ്പാവൂരിൽ 2020 സ്ഥാനാർത്ഥി ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. ഇന്ന് നടത്താനിരുന്ന റോഡ് ഷോ മാറ്റിവെച്ചു. മറ്റൊരു സ്ഥാനാർത്ഥി ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ 2020-ൽ തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുകയാണ്. വിപിൻ C വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, വിവരങ്ങൾ.
ഉന്മേഷ്, പെരുമ്പാവൂരിൽ എൻ ഡി എയുടെ സീറ്റ് 2020-ക്കായിരുന്നു. 2020 ഇന്നലെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നടിയും അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ലക്ഷ്മി പ്രിയയായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇന്ന് വൈകുന്നേരം റോഡ് ഷോയും തീരുമാനിച്ചിരുന്നു. ഈ സമയത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരം ഇപ്പോൾ അറിയുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ലക്ഷ്മി പ്രിയയുടെ പേരില്ല എന്നുള്ളത്. അത് എന്താണ് സാങ്കേതികമായി സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോഴും പരിശോധിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്മി പ്രിയ വോട്ട് ചെയ്തിരുന്നു. പിന്നീട് SIR ഫോമൊക്കെ പൂരിപ്പിച്ച് നൽകണമായിരുന്നു. അപ്പോൾ അത് നൽകാത്തതാണോ? എന്തായാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ലക്ഷ്മി പ്രിയയുടെ പേരില്ല. അങ്ങനെയാവുമ്പോൾ മത്സരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മാസം 23 വരെ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. അതിന് എത്രത്തോളം സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോ മറ്റൊരാളെ പരിഗണിക്കണമോ പെരുമ്പാവൂരിലേക്ക് എന്നുള്ളതുമാണ് ഇപ്പോൾ 2020-യിൽ ഏറ്റവും തിരക്കിട്ട ചർച്ചകളുള്ളത്. യാക്കോബായ സഭയ്ക്ക് കൂടി അവർ കൂടി പ്രിയപ്പെട്ടതായിട്ടുള്ള, അവർ കൂടി വേണ്ടപ്പെട്ട ഒരു വൈദികരെ അവിടെ സ്ഥാനാർത്ഥിയാക്കണോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പ്രിയയുടെ ഇന്നത്തെ ഈ റോഡ് ഷോ മാറ്റിവെച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്നു ഇന്ന് 2020-യുടെ NDAയുടെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷേ അതും മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഒരു ഓഫീസ് ഇന്ന് കേന്ദ്രമന്ത്രി ഭൂപതി രാജു ശ്രീനിവാസ വർമ്മയായിരുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയില്ല. അവിടുത്തെ ആളുകളോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു അത്യാവശ്യ വ്യക്തിപരമായിട്ടുള്ള കാര്യമുള്ളതുകൊണ്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, അതിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ ഇപ്പോൾ 2020-യിൽ തിരക്കിട്ട് തന്നെ നടക്കുകയാണ്. ഇന്നലെ 4 സ്ഥലത്തായിരുന്നു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിസന്ധി 2020-യെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP-യിലും അതൃപ്തി. മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള തുടങ്ങിയവർക്ക് ഇതുവരെ സീറ്റായിട്ടില്ല. തൃശൂർ കിട്ടാത്തതുകൊണ്ട് MD രമേശ് പിന്മാറിയെന്നും വിവരമുണ്ട്. A ക്ലാസ് മണ്ഡലമായ ചെങ്ങന്നൂരിൽ ഉൾപ്പെടെയാണ് അതൃപ്തി പുകയുന്നത്. ചെങ്ങന്നൂരിൽ MV ഗോപകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക നേതാക്കൾ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ മത്സരിച്ച് പരിചയമുള്ള PS ശ്രീധരൻപിള്ളയോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയോ ആണ് പ്രാദേശിക നേതൃത്വം ആഗ്രഹിച്ചിരുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്ന PS ശ്രീധരൻപിള്ളയ്ക്ക് വിജയസാധ്യതയുള്ള മറ്റേത് സീറ്റ് നൽകുമെന്നാണ് ചോദ്യം. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനെ പരിഗണിക്കാത്തതാണ് മറ്റൊരു അതൃപ്തിക്ക് കാരണം. മത്സരത്തിൽ നിന്നും പിന്മാറിയ MD രമേശിന്റെ അതൃപ്തി തൃശൂർ കിട്ടാത്തതാണ്. കോഴിക്കോട് നോർത്തിലും സീറ്റ് കിട്ടാതായതോടെ MD രമേശ് പിന്മാറുന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കൂട്ടി കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിച്ച B ഗോപാലകൃഷ്ണനും ആഗ്രഹിച്ചത് കിട്ടാത്തതിലെ അസ്വസ്ഥതയുണ്ട്. കാഞ്ഞിരപ്പള്ളി സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയ ന്യൂനപക്ഷ മോർച്ച നേതാവ് നോബിൾ മാത്യുവിനെ BJP സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനു പിന്നിൽ ജോർജ് കുര്യനാണെന്നായിരുന്നു നോബിളിന്റെ ആരോപണം. നോബിൾ കാഞ്ഞിരപ്പള്ളിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ RJD MV ശ്രേയാംസ്കുമാർ മത്സരിക്കുന്നില്ല. KK രമ വടകരയിലും PV അൻവർ ബേപ്പൂരും CP ജോൺ തിരുവനന്തപുരത്തും UDF സ്ഥാനാർത്ഥികളാകും. K സുരേന്ദ്രൻ ഉൾപ്പെടെ NDA സ്ഥാനാർത്ഥികളും പ്രചാരണം ശക്തമാക്കി. കൽപ്പറ്റയിൽ PK അനിൽകുമാർ, വടകരയിൽ MK ഭാസ്കരൻ, കൂത്തുപറമ്പിൽ PK പ്രവീൺ. RJD മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇന്ന് പാർലമെന്ററി ബോർഡ് കൂടി നിശ്ചയിച്ചു. കൂത്തുപറമ്പിൽ PK പ്രവീൺ, കൽപ്പറ്റയിൽ PK അനിൽകുമാർ, വടകരയിൽ MK ഭാസ്കരൻ. ഇതാണ് സ്ഥാനാർത്ഥികൾ. പാലക്കാട്ടും കോഴിക്കോട് കൊടുവള്ളിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചു. പാലക്കാട്ട് വ്യവസായി NMR റസാഖും കൊടുവള്ളിയിൽ RJD നേതാവ് സലീം മടവൂരും മത്സരിക്കും. വടകരയിൽ UDF-നായി RMP നേതാവ് KK രമ തന്നെ മത്സരിക്കും. ബേപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറും തിരുവനന്തപുരത്ത് CMP നേതാവ് CP ജോണുമാണ് സ്ഥാനാർത്ഥികൾ. ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച PK ശശി നാളെ റോഡ് ഷോ നടത്തും. ഇതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനം നടത്തി. അതേസമയം സ്ഥാനാർത്ഥിത്വത്തിൽ പരിഗണിക്കാത്തതിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷ CK ജാനു UDF-നെതിരെ വിമർശനവുമായി എത്തി. ഇപ്പൊ നമ്മളെ പരിഗണിക്കാത്തതിന്റെ ഒരു റീസൺ പോലും അവർ നമ്മളോട് പറയുന്നില്ല. നമ്മളെ ഒന്ന് വിളിക്കുക, സംസാരിക്കുക, ഇപ്പോൾ ഇന്ന പോലെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇന്നതാണ് കാരണം നിങ്ങളെ പരിഗണിക്കാത്തത്, അങ്ങനെയൊന്നും പറയുമെങ്കിലും ചെയ്യണ്ടേ അവർ? അതുപോലെ അവർ ചെയ്യുന്നില്ല. LDF-ന്റെയും UDF-ന്റെയും അന്തർധാര ഇത്തവണ മഞ്ചേശ്വരത്ത് വിലപ്പോകില്ലെന്ന് K സുരേന്ദ്രൻ. ആത്മവിശ്വാസത്തിന്റെ കുറവ് വരേണ്ട കാര്യമില്ലല്ലോ. LDF-ഉം UDF-ഉം രണ്ടല്ല, ഒന്നാണ് എന്നുള്ള ധാരണ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും അവർ സ്വീകരിക്കുന്നത് സമാനമായ നിലപാടാണ്. അതുകൊണ്ട് അതിനുള്ള തിരിച്ചടി ഉണ്ടാവുക. 2020 സ്ഥാനാർത്ഥികളും പ്രചാരണം ഊർജിതമാക്കി. ഇലക്ഷൻ ഡെസ്ക് 24. വള്ളിക്കുന്നിൽ മത്സരിക്കാൻ LDF നേതാക്കൾ ആവശ്യപ്പെട്ടത് സ്ഥിരീകരിച്ച് ഷാഫി ചാലിയം. പാർട്ടി വിടുന്ന കാര്യം ആലോചനയിലില്ലെന്ന് ഷാഫി ചാലിയം 24-നോട് പറഞ്ഞു. എന്നെ INL-ന്റെയും നാഷണൽ ലീഗിന്റെയും ആ പാർട്ടിയിലുള്ള
എൻ്റെ പഴയകാല സുഹൃത്തുക്കളായ ഞാനുമായി അടുപ്പമുള്ള കുറേ നേതാക്കളെ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പം മുസ്ലിം ലീഗിന്റെ ലിസ്റ്റിൽ എന്നെ കാണാത്തതുകൊണ്ട് പിന്നെ അവിടെ ഒരു സ്വതന്ത്രനായി നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചത് സത്യമാണ്. ഞാനൊരു ഉറച്ച മുസ്ലിം ലീഗുകാരനാണ്. ലീഗ് വിട്ട് ഒരു അധികാര സ്ഥാനത്തിന്റെ പിറകിൽ പോകാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഓഫറുകളും വാഗ്ദാനങ്ങളും ഒക്കെ പല ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്നേഹമസരണമായി ഞാൻ നിരസിച്ചിരിക്കുകയാണ്. എന്നെ പാർട്ടി പള്ളിക്കുന്ന് പരിഗണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ പാർട്ടിക്ക് എന്നെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. എല്ലാ പാർട്ടികൾക്കും എല്ലാവരെയും ഒന്നും പരിഗണിക്കാൻ കഴിഞ്ഞോളൊന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതിൽ അത്ര നിരാശപ്പെടുന്നില്ല. തിരുവനന്തപുരം സീറ്റ് CPIM ഏറ്റെടുക്കില്ലെന്ന പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വിജയിക്കുന്ന സ്ഥാനാർത്ഥി LDF നിർത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രതികരണത്തിലേക്ക്. രാഷ്ട്രീയമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകളെ വെച്ചുകൊണ്ട് LDFന് പൊതുവെ ഗുണകരമായിട്ട് എങ്ങനെ നമുക്ക് ഒരു തീരുമാനമെടുക്കാം എന്നത് സംബന്ധിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ LDF അവർ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ നേതൃത്വം ഡോക്ടർ പി.സി. ജോസഫ് അവരെല്ലാവരും ഉണ്ടായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് CPIM നിലപാട് സീറ്റിന്റെ കാര്യത്തിൽ? ഡോക്ടർ ഉന്മേഷ്, ഇക്കാര്യത്തിൽ CPIM ഒരേ ഒരു നിലപാടേ ഉള്ളൂ, വിജയസാധ്യത എന്നത് മാത്രമാണ് ആ ഒരു നിലപാട്. എന്തായാലും CPIM നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ഈ ചർച്ചയുടെ ചുമതല. ഇന്ന് തൃശ്ശൂരിൽ വെച്ച് അല്പസമയം മുൻപാണ് ജനാധിപത്യ കേരള കോൺഗ്രസുമായുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അവർ ചില പേരുകൾ മുന്നോട്ട് വെച്ചു. പക്ഷേ ആ പേരിലേക്ക് CPIM എത്തുന്നില്ല, സീറ്റ് CPIM ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഒരു പൊതു സ്വതന്ത്രനെ പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. കാരണം ഇവർ മുന്നോട്ട് വെച്ച പേര്, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ കെ.സി. ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും തൃശ്ശൂർ വെച്ച് നടന്ന ഈ ചർച്ചയിൽ ഇവർ മുന്നോട്ട് വെച്ച പേര് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ട്. തീർത്തും സൗഹാർദ്ദപരമായിട്ടായിരുന്നു ചർച്ച. ആന്റണി രാജു ആണെങ്കിൽ മറ്റു പേരുകൾ നോക്കേണ്ടതില്ല. പക്ഷേ ആന്റണി രാജുവിന് ഇത്തരത്തിൽ മത്സരിക്കുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ട്, വിലക്കുണ്ട്. കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. ആ തരത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതൊരു പക്ഷേ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് പറയുന്നു. എന്തായാലും നാളെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വരും. ഒരു പൊതു സ്വതന്ത്രനെ CPIM അന്വേഷിക്കുന്നു. അത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും LDFന്റെയും പൊതു സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കുമെന്നാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.